ആറന്മുള നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. ഈദ്ഗാഹിൽ നടക്കുന്ന പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രചരണം. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പ്രചരണം പുരോഗമിക്കുന്നത്? മത്സരചിത്രം തെളിഞ്ഞിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ, അബിൻ വർക്കി അടക്കമുള്ള ആളുകളാണ് എതിർ സ്ഥാനാർത്ഥികൾ. എങ്ങനെ പുരോഗമിക്കുന്നു പ്രചരണം? ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണിത്, പത്തനംതിട്ടയാണ്. അപ്പം എല്ലാവരുമായിട്ടും വ്യക്തിബന്ധങ്ങൾ, അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നു. തിരിച്ചും പരസ്പരം ആശംസകൾ നേർന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന് എല്ലാവർക്കും കാരണം വളരെ കലുഷിതമായ സാഹചര്യങ്ങൾ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലം, അതുകൊണ്ട് പല വിധത്തിൽ മനുഷ്യ സമൂഹം മുഴുവൻ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം, എല്ലാവർക്കും സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു. ഇതിപ്പോൾ ഇത്തവണ ഒരു ശക്തിയേറിയ ത്രികോണ മത്സരമായിരിക്കും. അപ്പോൾ ആ ത്രികോണ മത്സരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുടനീളം, അതുപോലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ റോഡുകൾ 2016 BMNBC ടാർ ചെയ്ത റോഡുകൾ 0 ഇന്ന് 80 റോഡുകളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്തപ്പോൾ ഏറ്റവും പുതിയ ടാറിങ് ചെയ്തത് BMNBC ചെയ്തത് എല്ലാം കൂടെ കണക്കെല്ലാം എടുക്കുമ്പോൾ 80 റോഡുകളാണ് ചെയ്തിട്ടുള്ളത്. 80 റോഡെന്ന് പറയുമ്പോൾ ചെറിയ റോഡുകളല്ല, എല്ലാം നീളമുള്ള വലിയ റോഡുകൾ. മണ്ഡലത്തിന്റെ പൾസ് അറിയാവുന്ന ഒരാളാണ് വീണ ജോർജ്. അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണം, ഇന്നടക്കമുള്ള കാര്യങ്ങൾ, വോട്ടർമാരിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്നൊരു ഫീൽ എന്താണ്? വളരെ സന്തോഷമുണ്ട്. കാരണം ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂടി എപ്പോഴും ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു അനുഭവമാണുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. പല വിധത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ UDF അടക്കമുണ്ട്. അത് അനുകൂല ഘടകമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടും, അതിനൊരു സംശയവുമില്ല. കാരണം ഈ വികസന തുടർച്ച അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യമാണ്, അനിവാര്യമാണ്, വിജയിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ പ്രചരണത്തിനിടയിൽ എവിടെന്നെങ്കിലും ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് വീണ ജോർജിനെതിരെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനോടുള്ള പ്രതികരണം എന്താണ്? എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യമില്ലാതെ വേട്ടയാടി എന്നുള്ളത്. 5 വർഷം സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ ഈ 5 വർഷം വേട്ടയാടുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഏതോ കാലത്ത്, ഞാൻ അന്ന് മന്ത്രി പോലും അല്ല, അങ്ങനെ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ആണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ചെയ്തിട്ടുള്ളത്? തുടക്കം മുതലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തി, അഴിമതി ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി, അതാണ് ട്രാപ്പ്. അങ്ങനെയുള്ള അതൊക്കെ എന്തൊരു കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് കൂടാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, വീട്ടിൽ റീത്ത് വെക്കുക, അതിനുശേഷം പറയുകയാണ് അവളുടെ മുഖം കറുപ്പിക്കും എന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയണം, അവളൊന്ന് ഇറങ്ങട്ടെ, നിന്റെ മുഖം ഞങ്ങൾ കറുപ്പിക്കും. കേരളത്തിലൊരു സ്ത്രീയോ, കേരളത്തിലാകട്ടെ എവിടെയാകട്ടെ, ഒരു വ്യക്തി, ഒരു സ്ത്രീ പറയാണ്. എന്തിനാണ്? ആ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മന്ത്രി പോലും അല്ലാത്തൊരു കാലത്ത്, ഒരു കാലത്ത് നടന്ന സംഭവങ്ങളുടെ പേരിലാണ്. പിന്നെ അതിനുശേഷം തെരുവിൽ ആക്രമിക്കുക, ഇതൊക്കെ. അതുമാത്രമല്ല, നിരന്തരമായിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ഡെസ്ക് ഒരു ചാനലിൽ പ്രവർത്തിക്കുന്നു എനിക്കെതിരെ എന്നുള്ളതല്ലേ. അപ്പോൾ ഇത് ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളത്, ഒരു വേട്ടയാടൽ, അത്ര ശക്തമായൊരു വേട്ടയാടൽ നടന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പോൾ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ നല്ല പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. അത് വളരെ കൃത്യമായി തന്നെ. അവസാനമായിട്ട് പ്രതികൂല കാലാവസ്ഥയാണ്, നല്ല വെയിലും ചൂടും ഒക്കെയാണ്, വേർക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേർക്കേണ്ടി വരുമോ? കാലാവസ്ഥയുടെ കാര്യമല്ല ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വേർപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവില്ല. നല്ല വിജയം നേടും. ആറന്മുളയിൽ വളരെ മികച്ച വിജയം നേടും. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വികസനവും ജനക്ഷേമവുമാണ് ഉള്ളത്. ഇപ്പോൾ 500 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശിക എന്നുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് 2000 രൂപ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം. വാക്കുന്ന് പറഞ്ഞു, സൗജന്യ KSRTC യാത്രയൊക്കെ പറഞ്ഞേക്കുന്നത്.
തീർച്ചയായിട്ടും അതിൽ നമ്മൾ കാണേണ്ടത് എന്താ, പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാണ് പോകുന്നത് ഇടതുപക്ഷം. അതാണല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തം. അത് തീർച്ചയായിട്ടും അത് ചെയ്യും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ വീണ ജോർജ് വലിയ ആത്മവിശ്വാസത്തിലാണ്, മണ്ഡലം നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വീണ ജോർജ് പറയുകയും ചെയ്യുന്നത്. സന്തോഷിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.